ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പഠിപ്പിച്ചു, ഒരു മുസ്ലിമായ മനുഷ്യനെ പിശാച് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് പ്രധാനമായും 6 കാര്യങ്ങളിലാണ്. 6ാമത്തെ കാര്യം കിട്ടിയാൽ അവൻ ഇരുന്നിട്ട് ഊറിച്ചിരിച്ചു പോയി, അവൻ സന്തോഷിച്ചു പോയി, അവന്റെ പണി വിജയിച്ചു അവൻ സന്തോഷിച്ചു പോയി. ഒരൊറ്റ ഒന്നിലും പെടാൻ പാടില്ല. താഴെ മുതൽ മേലെ വരെ എല്ലാം ഗുരുതരമാണ്. കണ്ടില്ലേ നിങ്ങൾ, പിശാച് ഒരു മുസ്ലിമായ മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന 1ാമത്തെ പടി ഏതാണ്? ശ്രേഷ്ഠത നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന്, ശ്രേഷ്ഠത കൂടുതലുള്ള കാര്യങ്ങളിൽ നിന്ന് ശ്രേഷ്ഠത കുറഞ്ഞതിലേക്ക് അവനെ ശുഗലാക്കും. ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഒഴിവാക്കിയിട്ട് അത്ര ശ്രേഷ്ഠത ഇല്ലാത്തതിൽ ഓരങ്ങനെ സജീവ. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ള ജമാഅത്ത് ഏതാ? ജുമാ കഴിഞ്ഞാൽ ഏതാ? ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ജമാഅത്ത് ജുമാ കഴിഞ്ഞാൽ ഏതാ? വെള്ളിയാഴ്ച അന്ന് രാവിലെയുള്ള സുബ്ഹി അല്ലേ? അതിനാണ് പൊതുവെ ആള് കുറവ്. ചില നാട്ടിൽ പോയാൽ വീട്ടിൽ വന്ന മൊയ്ലിയന്മാര് വരെ സുബ്ഹിക്ക് പള്ളി നിസ്കരിക്കൂലെന്നല്ല, അന്നവർക്ക് ലീവാണ്. എന്ത് ലീവ്? ജമാഅത്തിന് എന്ത് ലീവ്? ജമാഅത്തിന് ബന്ധുണ്ടോ? ജമാഅത്തിന് ഹർത്താലുണ്ടോ? ഏറ്റവും ശ്രേഷ്ഠത കൂടിയ ജമാഅത്ത് വെള്ളിയാഴ്ച അന്ന് രാവിലത്തെ സുബ്ഹിയാണ്. വിട്ടുപോകണ്ട കേട്ടോ, നമ്മൾ അതിൽ നിന്ന് താഴോട്ടാണെന്ന് തന്നെ മനസ്സിലാക്കിക്കോ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിലെ സുബ്ഹിയാണ്. ഏറ്റവും ശ്രേഷ്ഠത കുറഞ്ഞ ജമാഅത്ത് മഗ്രിബിന്റെ ജമാഅത്താണ്. അതിലല്ലേ ആളുകൾ കാര്യമായിട്ടുള്ളത്. സുബഹിക്ക് ജമാഅത്തിന് പോകാൻ അള്ള വാഹനം തന്നിട്ടില്ലേ ചെറുപ്പക്കാരെ? അള്ള വാഹനം തന്നിട്ടില്ലേ ഉപ്പമാരെ? വാഹനം ഓടിക്കാൻ അറിയാത്ത ചെറുപ്പക്കാരുള്ള വീട് ഇവിടെ എങ്ങാനും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ വീട്ടിലും ഒരു ബൈക്ക് റാലിക്ക് വരണേ 500 വരൂലേ? ഇഷ്ടം പോലെ ബൈക്ക് റാലിയൊക്കെ ഉണ്ട്. ഓരോ ബൈക്ക് റാലി ഓരോരുത്തർക്ക് ഓരോ പാക്ക് മുട്ടായിട്ട് തന്നാൽ തലേ നല്ല ഒരു കൊല്ല ഓടാത്ത ബൈക്കും കൂടി എങ്ങനെയെങ്കിലും ചട്ടിക്കൂട്ടി കൊണ്ടുവരും. പതാകയും ബാനറും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ അതിനേക്കാളും നല്ലത് എന്താ? ആ വണ്ടി എടുത്തിട്ട് സുബഹിക്കും പള്ളിന്റെ മുറ്റത്തെത്തിയിട്ട് ഈ പള്ളിയും ഈ മഖ്ബറയും ഈ മഹാനവറുകൾ സൂഫി ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു മഹാനവറുകളും ബഹുമാനപ്പെട്ട സഖാഫികളും ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങളൊക്കെ അവരൊക്കെ നോക്കിയിട്ട് അവരൊക്കെ നോക്കി നാളെ ആഖിറത്തിൽ പറയണം, പടച്ചോനെ ഞാൻ ഞങ്ങൾ അവിടെ കിടക്കുമ്പോ സുബഹിന്റെ ജമാഅത്തിന് പള്ളിക്കൽ വന്ന് വാഹനം അവിടെ മുറ്റത്ത് പാർക്ക് ചെയ്ത ആളാണ്. നീ അയാളെ നരകത്തിൽ കൊണ്ടുപോകാൻ പാടില്ല, നീ അയാളെ ശിക്ഷിക്കാൻ പാടില്ല, നീ അയാളെ കൊടുക്കാൻ പാടില്ല. ഈ പള്ളി മിനാരങ്ങൾ, ഈ പള്ളിന്റെ സ്വപ്പുകൾ, ഈ പള്ളിന്റെ മിഹ്റാബ്, ഈ പള്ളിന്റെ മിമ്പർ, ഈ പള്ളിയുടെ കോലായി ചെറുപ്പക്കാരെ നാളെ അനുകൂല സാക്ഷിയാകണോ? നിങ്ങളെ വാഹനമല്ല മൈഷത്തിന് വേണ്ടി തന്നത് മാത്രമല്ല, ആ വാഹനം ഒന്ന് ഓടിച്ച് എത്ര അകലെയാണെങ്കിലും ഒന്ന് പള്ളിയിലെത്തിക്കോ. കാറുള്ള വീട്ടുകാര് ധാരാളമുണ്ട്. ഞാനിങ്ങനെ വരുമ്പോ പല വീട്ടിലേക്കും നോക്കി പല വീട്ടിലും കാറ് കണ്ടിട്ടുണ്ട്. 10-15 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊരു വീട്ടിലും ശരിക്കും അങ്ങനെ വാഹനങ്ങളില്ല. ഇന്ന് പലയിടത്തും കാറ് വന്നിട്ടുണ്ട്. കാറിന്റെ പുറമെ ബൈക്കുണ്ട്, ബൈക്കിന്റെ പല ഐറ്റം ബൈക്കുകളുമുണ്ട്. ഓരോരുത്തർക്കും ഓരോ വാഹനങ്ങളുണ്ട്. വണ്ടി ഓടിക്കാൻ കഴിയാത്ത ഉപ്പമാരെ, വണ്ടി ഓടിക്കാൻ കഴിയുന്ന മക്കളില്ലേ, അവരെ സുബഹിക്കൊന്ന് വിളിച്ചുണർത്തിയിട്ട് മോനെ പള്ളിയിലേക്ക് പോ, വാഹനമെടുക്ക്, നമുക്കൊന്ന് പള്ളിയിൽ പോകാം. പള്ളി മിനാരങ്ങൾ, പള്ളി തൂണുകൾ, പള്ളിന്റെ സ്വപ്പുകൾ, ഈ മുറ്റത്തതാ ഇവിടെ വിരിച്ചിരിക്കുന്ന ഗിൽസുകൾ വരെ നാളെ അല്ലാഹുവിന്റെ ഹദ്റത്തിലൊന്ന് അനുകൂല സാക്ഷി പറയട്ടെ. അതല്ലേ ഏറ്റവും ഉത്തമം, അതല്ലേ ഏറ്റവും അഫ്ളലി. നിങ്ങൾ ഈ പള്ളിന്റെ മുന്നിലേക്ക് പരിസരത്ത് പള്ളിയിലേക്ക് വരാതെ പള്ളി മുന്നിലൂടെയോ മറ്റോ ജോലിക്ക് പോകുമ്പോ അത് അല്ലാഹു തന്ന ശ്രേഷ്ഠതയുള്ള കാര്യത്തിന് തയ്യാറെടുപ്പുണ്ടായിട്ടും മുടക്കിയതല്ലേ. മഗ്രിബിന്റെ ജമാഅത്തിന് കൂടുമ്പോ ശ്രേഷ്ഠത കുറഞ്ഞതിന് നമ്മളെ തളച്ചിട്ടു, ശ്രേഷ്ഠത കൂടിയതിൽ നിന്ന് പിൻവലിച്ചു. ഞാനിന്റെ ഉദാഹരണം പറഞ്ഞാൽ തീരൂല. ഏറ്റവും ശ്രേഷ്ഠത ദിക്റേതാ? ഒറ്റ ദിക്റല്ല, ഒരു കൂട്ടമായ ദിക്ർ. ഏറ്റവും ശ്രേഷ്ഠത കൂടിയ ദിക്ർ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റാണ്.
ആരാത് പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി. നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലിയ ദിക്ർ കൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തണമെന്ന് പാവപ്പെട്ട മുഹാജിറുകളോട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അസ്സഹാബിമാർ സ്വർഗ്ഗത്തിൽ പോകാൻ ഒരുങ്ങിയ ആ ദിക്ർ ഒന്ന് നമുക്ക് വേണ്ടേ? നമ്മൾ ആലോചിക്കുന്ന സ്വർഗ്ഗമേതാ? നമ്മൾ ചിന്തിക്കുന്ന സ്വർഗ്ഗമേതാണ്? ഉമ്മമാരെ, നിസ്കാരക്കുപ്പായം നയിച്ചിടുന്നതിന്റെ മുമ്പ് ഖിബിലയിൽ നിന്നൊന്ന് തെറ്റാതെ ഖിബിലാക്ക് മുന്നിട്ടിരുന്ന് ഇമാമായി നിൽക്കുന്ന ആള് മാമൂമികളിലേക്ക് വലതുഭാഗം തെറ്റിച്ച് ഇടതുഭാഗം ഖിബിലയിലേക്ക് ആക്കിയിരിക്കും. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അല്ലാത്തവർക്ക് ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ദിക്ർ ചൊല്ലണം. ആ ദിക്ർ കൊണ്ട് എവിടെ എത്താൻ പറ്റും? തുദിരിക്കൂന ബിഹി മൻ സബഖകും. അതേ, നിങ്ങളെക്കാളും മുമ്പ് സ്വർഗത്തിലേക്ക് ഓവർടേക്ക് ചെയ്തു പോകുന്ന മഹാന്മാരില്ലേ, അവരോടൊപ്പം നിങ്ങൾക്ക് എത്താം. നബിയെ, പണം തരാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല, യുദ്ധത്തിന് പോകാനോ ഞങ്ങൾക്ക് ആഫിയത്തില്ല. പണക്കാരായ ഞങ്ങളുടെ സ്വഹാബിമാര് ഏറെ പണം കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയല്ലോ. ആരോഗ്യവാന്മാരായ ഞങ്ങളുടെ കൂട്ടുകാര് ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങിയല്ലോ. ഭൂമിയിൽ അവര് അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തമിണച്ചിട്ടിച്ചല്ലോ. ഞങ്ങൾക്കൊന്നിനും കഴിവില്ലല്ലോ. നബിതങ്ങളെ കണ്ടിട്ട് നൂറാനിയായ ഈമാൻ സ്വീകരിച്ച തന്നെ ഭാഗ്യവാന്മാരാണ്. ലോകതലത്തിൽ ഒന്നാമത്തെ ഔലിയാക്കളാണ്. എന്നിട്ടും സഹാബിമാരിൽ ഉന്നത ഗ്രേഡ് ഉള്ളവരെ പോലെ എത്തണമെന്ന് ചിന്തിച്ചപ്പോ തുദിരിക്കൂന ബിഹി മൻ സബഖകും, നിങ്ങളെ മുന്നിൽ സ്വർഗത്തിൽ പോകുന്നവരെ കൂടെ നിങ്ങൾക്കും എത്താമെന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു കൊടുത്തത് നിസ്സാര ദിക്റുകളല്ലയോ? ഇന്ന് ളുഹർ നിസ്കരിച്ചില്ലേ നമ്മള്, സുബഹി നിസ്കരിച്ചില്ലേ നമ്മള്, മഗ്രിബ് നിസ്കരിച്ചില്ലേ നമ്മള്, അസ്ർ നിസ്കരിച്ചില്ലേ നമ്മള്, മുഴുവനും ദിക്ർ ഫുള്ള് ചൊല്ലിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആത്മവിചിന്തനം നടത്തി ആ അഫ്ളലായ ദിക്ർ ഇനി എന്റെ ജീവിതത്തിൽ വിടൂല. ശൈത്താൻ എത്ര പ്രേരിപ്പിച്ച് നിസ്കരിക്കുന്നിടത്ത് കുത്തി പുറത്താക്കിയാലും മൊബൈൽ കാണിച്ചുകൊണ്ട് പുറത്തു പോയിട്ടൊന്ന് തോണ്ടിക്കളിച്ചോന്ന് പറഞ്ഞാലും ദിക്ർ മൊത്തം ചൊല്ലിയിട്ടല്ലാതെ ഞാൻ അനങ്ങൂല എന്ന് തീരുമാനമെടുത്തോ സഹോദരാ. അടുക്കളയിൽ എത്ര തിരക്കിട്ടുള്ള ജോലി ഉണ്ടെങ്കിലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ദിക്ർ മൊത്തം ചൊല്ലിയിട്ടല്ലാതെ എണീക്കാറില്ല. ഉമ്മമാരെ, അവര് കാണുന്ന സ്വർഗം വേണ്ടയോ? പിശാചിന്റെ ജൽപ്പനങ്ങൾക്ക് അവന്റെ കാൽപ്പാടുകൾക്ക് പിൻപറ്റിയിട്ട് നമുക്കവര് പോകുന്ന സ്വർഗത്തിലെത്താൻ പറ്റുമോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. ഏറ്റവും അഫ്ളലായ കലാം ഏതാണ്? അല്ലാഹ് കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കലാം ഏതാണ്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അല്ലാഹു ഏറ്റവും ഖൈറുൽ കലാമായി പറഞ്ഞത് അവന്റെ കലാമല്ലേ? ഏറ്റവും അധികം നിങ്ങൾ കേൾക്കേണ്ടത് ഖുർആനിനേക്കാൾ അധികം കേൾക്കേണ്ടത് ഖുർആനാണ്. ഏറ്റവും അധികം ചൊല്ലേണ്ടതും ഓതേണ്ടതും ഖുർആനാണ്. ആ ഖുർആൻ നിങ്ങൾ ഓതുമ്പോ ഏറ്റവും അഫ്ളലായ അമലാണ് ചെയ്യുന്നത്. അത്ര അഫ്ളൽ സ്വലാത്തിനില്ലല്ലോ, അത്ര അഫ്ളൽ ബുർദക്കില്ലല്ലോ, അത്ര ഫളീലത്ത് മറ്റൊന്നിനുമില്ലല്ലോ. ഖുർആൻ ഓതാൻ നേരം കാണാതെ, ഖുർആൻ കേൾക്കാൻ നേരം കാണാതെ, അതൊന്ന് തുറന്നു നോക്കാൻ നേരം കാണാതെ 3 മണിക്കൂറും 4 മണിക്കൂറും മെസ്സേജുകൾക്ക് വേണ്ടി ഭക്ഷണമർത്തുന്നവരില്ലേ, മാന്തിപ്പറിക്കുന്നവരില്ലേ, അകക്കടമ്പ് പുറത്തെടുക്കുന്നവരില്ലേ? ആ 3.5 മണിക്കൂർ കൊണ്ട് എന്ത് ആഖിറം കിട്ടി, എന്ത് ദുനിയാവ് കിട്ടി, എന്ത് ഉപകാരം കിട്ടി? അതുകൊണ്ട് ഖുർആനു ശരീഫ് അഫ്ളലാണ്, അത് മറന്നു പോകണ്ട. പിശാചിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അഫ്ളലായതിൽ നിന്ന് ഫളീലത്ത് കുറഞ്ഞതിലേക്ക് പിടിച്ചു കൊണ്ടുപോകലാണ്. അതിൽ ഒരാളെ കിട്ടിയാൽ നേരെ മുകളിലുള്ള സ്റ്റെപ്പ് ഏതാണെന്നറിയോ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഇശ്തിഗാലുഹു ബിൽ മുബാഹാത്ത്. ഹലാൽ
ഹലാലുകളെ കൊണ്ട് അവനങ്ങോട്ട് ജോലിയാക്കുക. ഹലാല് കൂലിയുണ്ടോ? കൂലില്ല. കുറ്റുണ്ടോ? കുറ്റല്ല. എന്നാലും കൂലി ഉണ്ടാവില്ല. കുറ്റല്ലാതല്ലേ നമ്മൾ കരുതുന്നത്. പിശാച് കരുതുന്നത് കുറ്റല്ലെങ്കിൽ കൂലില്ലല്ലോ. അവനങ്ങനെ കൂലി കൂടാൻ പാടില്ല. കുറ്റുണ്ടാകട്ടെ, കൂലി കൂടാൻ പാടില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു കൂലി കൂടിയാൽ ഏറ്റവും അധികം ഇവിടെ സങ്കടപ്പെടുന്നത് ആരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ? അപ്പൊ മുബാഹാത്തിൽ ജോലിയാക്കും. ഇങ്ങനെ ജോലിയാക്കല്, പൊരയിൽ നല്ല ഭക്ഷണം ഉണ്ട്, നല്ല മത്തിന്റെ കറി ഉണ്ട്, ചെറുകന്റെ കൂട്ടാനുണ്ട്, നല്ല ചീര കൂട്ടാൻ വെച്ച് വറുത്തു വെച്ചതുകൊണ്ട് കറിയാക്കി വെച്ചോക്കണം. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം ജോലി എടുത്തിട്ട് 500 രൂപ കിട്ടി. ഇങ്ങനെ വരുമ്പോഴാണ് അവരങ്ങനെ ഒരു ബോർഡ് കാണും. എന്താ ബോർഡ്? മന്തിക്കട, 1-ാം നമ്പർ മന്തി. മന്തി നടിച്ചു. മന്തി എടുക്കുന്നത് തെറ്റൊന്നുമില്ല, ഹലാൽ. ഇപ്പം കേറി എത്രയാ മന്തിക്കുന്നു? മന്തിക്ക് 350 മന്തി. അപ്പൊ അവര് ചോദിച്ചു, മന്തിന്റെ കൂടെ സാധാരണ കയറുന്നവർക്ക് ജ്യൂസ് കുടിക്കാറുണ്ട്, ജ്യൂസ് വേണോ? ജ്യൂസും എന്താ ജ്യൂസ്? ജ്യൂസ് മോശാക്കണ്ട, ഒരു ഷെയ്ഖന്നെ ആയിക്കോട്ടെ. പല ഷെയ്ഖുണ്ടല്ലോ, ഇപ്പൊ ഷാർജ ഷെയ്ഖ്, കുവൈത്ത് ഷെയ്ഖ്, ഒമാൻ ഷെയ്ഖ്, ഷെയ്ഖന്നെ വന്നോട്ടെ. അങ്ങനെ ഒരു ഷെയ്ഖിന്റെ ജ്യൂസും വാങ്ങി, ജ്യൂസും കുടിച്ച് പൈസ 400 പോയി. പിന്നെന്താണ്? പിന്നെ ആകെ 100 രൂപ ഉണ്ട്. ആ 100 രൂപ വണ്ടിക്ക് എണ്ണ കിട്ടി. 500 രൂപയും ഹലാല് മാത്രം. കൂലി? എന്ത് കൂലി? എന്ത് കൂലി? കുറ്റുണ്ടോ? കുറ്റല്ല. നമ്മളെ മനസ്സിലാക്കുമ്പോ ഇബ്ലീസ് എന്താ മനസ്സിലാക്കുന്നത്? കൂലില്ലല്ലോ, കൂലി കൂടാൻ പാടില്ല. പാകത്തിന് വസ്ത്രമുണ്ട്, ഓനെ കൊണ്ട് കാണുന്ന എല്ലാ ഡിസൈനും എടുപ്പിക്കാണ്. അവന് വേണ്ട വസ്ത്രങ്ങളുണ്ട്, മതിയായ വസ്ത്രം, പുതിയതുണ്ട്, പഴയതും ഒക്കെ ഉണ്ട്. പക്ഷേ ഓരോ ഷോപ്പിങ്ങിന്റെ പോസ്റ്റർ വരുമ്പോഴും വായിച്ചു നോക്കാൻ, ഇന്ന ഡിസൈൻ, കൊൽക്കത്ത ഡിസൈൻ, ബംഗാൾ ഡിസൈൻ, മുറാദാബാദ് ഡിസൈൻ, ഓരോ ഡിസൈൻ ഇവരങ്ങനെ പോയി വാങ്ങുകയാണ്. വാങ്ങുമ്പോഴോ തെറ്റല്ല, ഹലാൽ തന്നെ. പക്ഷേ ഇബ്ലീസ് മനസ്സിലാക്കുന്ന, ഓന്റെ കുറെ പൈസ അങ്ങനെ തൊലച്ചുപോയി. ആ പൈസയിൽ 100 രൂപ ഒരു മുത്താലിബിന് കൊടുത്താല്, അല്ലെങ്കിൽ കിതാബ് വാങ്ങാൻ കാശ് കൊടുത്താല്, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് ഒരു പേന വാങ്ങി കൊടുത്താല്, മദ്രസയിൽ പോകുന്ന കുട്ടിക്ക് ഒരു പുസ്തകം വാങ്ങി കൊടുത്താല്, ഒരു യത്തീം കുട്ടിക്ക് വെറുതെ 100 രൂപ കൊടുത്താൽ എത്രയോ ഫലം കിട്ടുമായിരുന്നു. ഇവനതൊക്കെ നഷ്ടപ്പെട്ടല്ലോ. വീട്, വസ്ത്രം, ചെരുപ്പ്, ഞാൻ തുടങ്ങി ഒക്കെ കുട്ടികൾ ഹലാലൊക്കെ ഹലാലായിട്ട്. ഒരാൾ നാളെ പറഞ്ഞു, ഉസ്താദേ ഇവിടെ ആരെങ്കിലും വിഷമിക്കരുത്, ഞാൻ ഉദാഹരണം പറഞ്ഞു. 30 കൊല്ലം ഗൾഫിൽ നിന്നു. കുറെ പ്രവാസികളുണ്ടാവില്ല ഗൾഫിൽ, നമ്മുടെ നാട്ടിലുണ്ടാവും. അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. കുറെ കടമുള്ള ആൾക്കാരുടെ അള്ളാഹു കടം വീട്ടി കൊടുക്കട്ടെ. ജോലിയിൽ പോയി കുടുങ്ങിയവരുണ്ട്, ഇങ്ങോട്ട് വരാൻ തന്നെ ബുദ്ധിമുട്ടായി നിൽക്കുന്നവരുണ്ട്, പലരും. അള്ളാഹു തആല ഓരോരുത്തർക്കും ഉദ്ദേശിച്ച മാർഗ്ഗങ്ങൾ പോയി കൊടുക്കട്ടെ. 30 കൊല്ലം പ്രവാസ ജീവിതം നയിച്ചു. എന്നിട്ട് എന്തേ കിട്ടി? ഉസ്താദേ, ഈ കാണുന്ന വീട് കിട്ടിയെന്ന്. അപ്പൊ ആ വീട്ടിലേക്ക് കയറി നോക്കുമ്പോ ആ വീട്ടിന്റെ കോലായിലും, ആ വീട്ടിന്റെ ഉള്ളിലും, ആ വീട്ടിന്റെ ഖലായിലും, കണ്ടാസിലും, ആ വീട്ടിന്റെ ഓരോ മുറിയിലും ചുമര് മൊത്തമായിട്ട് ടൈൽസ് മാർബിൾ ഒട്ടിച്ചിട്ടുണ്ട്. അത് ആവശ്യം. കൊലായില് പെട്ടെന്ന് വൃത്തിയേടാണ്ട് അതിന്റെ കുറച്ചൊക്കെ ഉയരത്തിൽ പക്ഷെ ഒട്ടിച്ചു. ഖലായിലും അങ്ങനെ ഒട്ടിച്ചു. അത്യാവശ്യ സ്ഥലത്ത് എല്ലാ റൂമിലും വേണം. അപ്പൊ കാശ് കളഞ്ഞതിനെ പറ്റി അയാൾ വൻകുറ്റം ചെയ്തു എന്ന് പറയണ്ടോ? അയാൾ ഹലാലാ ചെയ്ത് കുറച്ച് ഓവറായി പോയി. അയാളെ പൊരന്റെ മതിൽ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, മതിൽ എത്ര? മതിൽ കൂടുതലൊന്നും വന്നിട്ടില്ല, മതിൽ 10 ലക്ഷം. പൊരന്റെ മതിലിനാ 10 ലക്ഷം. 10 ലക്ഷം മതിൽ കെട്ടിയ ആള് വലിയ കുറ്റം ചെയ്തു എന്ന് പറയണ്ടോ? അയാൾ ഹലാലാ ചെയ്തത്, അത്ര ഓവർ വേണ്ടില്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇബ്ലീസ് പറഞ്ഞു, 10 ലക്ഷം പോയി കിട്ടി, അൽഹംദുലില്ലാഹ്. ഇനി 1 രൂപ പോലും വേറെ വഴിയിൽ കൂലി കിട്ടാൻ ഒന്നും കൊടുക്കൂല. ഹലാലല്ലേ? ഓ ഹലാല. ഇത്ര തോന വേണം, എത്ര തോന വേണ്ട, കിടക്കട്ടെ. ഇങ്ങനെയാണ് എല്ലാം. അത് 2ാമത്തെ സ്റ്റേജാണ്. പറ്റി പറയാൻ നേരമില്ല. 3ാമത്തെ സ്റ്റേജ് ആണെന്നറിയോ? 1ാമത്തെ മറക്കരുത്, ഏറ്റവും അഫ്ളലായതിൽ നിന്ന് സ്ഥാനം കുറഞ്ഞതിലേക്ക് ശുഗലാക്കുക. 2ാമത്തത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹലാലിൽ ജോലിയാക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഇതൊക്കെ നമ്മളുണ്ട് എന്ന് പറയും. ഞാൻ ഈ 3ാമത്തെ സ്റ്റേജ് ഏതാണെന്നറിയോ? സ്വഗീറത്തുകളെ കൊണ്ടവനെ വേട്ടയാടലാണ്, ചെറുദോഷങ്ങൾ ധാരാളം ചെയ്യിപ്പിക്കലാണ്. ഏതാണ് ഈ
ചെറുദോഷം എന്ന് പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു, ചെറുദോഷങ്ങൾ ധാരാളമില്ലേ. ഒരു മുസ്ലിമിനെ പരിഹസിക്കുക, കൺകൊണ്ട് പരിഹസിക്കുക ചെറുദോഷമാണ്. അതേ, വിരൽ കൊണ്ട് പരിഹസിക്കുക ചെറുദോഷമാണ്. ഒരാളെ കണ്ടപ്പോ അയാൾ എന്തോന്ന് പറഞ്ഞപ്പോ നീ ഇങ്ങനെ കറക്കി കൊടുത്തു. കാണുന്നവർക്ക് മനസ്സിലാകും അയാൾക്ക് വട്ടാണ് എന്നാണ് പറഞ്ഞത്, അയാൾക്ക് സുഖല്ല എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നീ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഒരു 50 വയസ്സിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു. നഊദുബില്ല, ഒരു ചെറിയ പരിഹാസം വാക്കുകൊണ്ട് വരാതെ ആംഗ്യം കൊണ്ട് വരുന്നത്, കണ്ണുകൊണ്ട് വരുന്നത്, പിരികം കൊണ്ട് വരുന്നത് സ്വഗീറത്താണ്. സ്വഗീറത്തിന്റെ നിർവചനം ഖുർആനിലും ഹദീസിലും മഹാന്മാരുടെ വചനങ്ങളിലും താക്കീത് ചെയ്യപ്പെടാതെ വന്ന ദോഷങ്ങൾ ഏതുണ്ടോ അതൊക്കെ സ്വഗീറത്താണ്. അതിനും കുറ്റമുണ്ട്. സുഹൃത്തേ, ആ സ്വഗീറത്ത് അല്ലാഹു പുറത്തു തരണമെങ്കിൽ നിന്റെ നല്ല സുഹൃതങ്ങൾ വേണം, നല്ല ഇഖ്ലാസോടെ ചെയ്യുന്ന അമല് വേണം. ഇഖ്ലാസോടെ ചെയ്യുന്ന ചെറിയ അമല് കൊണ്ടും വലിയ അമല് കൊണ്ടും സ്വഗീറത്തുകൾ അല്ലാഹു പുറത്തു തരും. പക്ഷേ സ്വഗീറത്തിൽ നീ വ്യാപൃതനായാൽ ഇത് മൂന്നും ഉള്ള ആൾക്കൊരു ലക്ഷണമുണ്ട്. നാലാമത് പറയുന്നത് അയാളിൽ ഉണ്ടാകും. അത് അൽ കബായിറു, വൻകുറ്റങ്ങളാണ്. എണ്ണിയാൽ തീരൂല. നിങ്ങളൊരു 10 ദിവസത്തെ പരമ്പര വെച്ചോ, ഞാനൊരു 10-25 വേണമെങ്കിൽ എണ്ണിത്തരാം. വൻകുറ്റങ്ങൾ എത്രയുണ്ട്. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി ജമ്മുൽ ജവാമിയിൽ പഠിപ്പിച്ചില്ലേ, വൻകുറ്റങ്ങൾ 700ഓളമുണ്ട്. 1ഉം 2ഉം 3ഉമല്ല, 7 10 വൻകുറ്റങ്ങൾ മാത്രം വിശദീകരിച്ചൊരു കിതാബ് അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഹാഫിദ് അസ്-സഹബി എഴുതിയിട്ടുണ്ട്. പല മഹാന്മാരും എഴുതിയിട്ടുണ്ട്. വൻകുറ്റങ്ങളിൽ സർവ്വസാധാരണയുള്ള വൻകുറ്റം പറയട്ടെ, കാരണമില്ലാതെ നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുന്നത് വൻകുറ്റമാണ്. കള്ളു കുടിച്ചതിനോട് സമമാണ്, വ്യഭിചരിച്ചതിനോട് സമമാണ്, പലിശ തിന്നുന്നതിനോട് സമമാണ്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനോട് സമമാണ്. ഏതാണ് കാരണമില്ലാതെ എന്ന് പറയുമ്പോഴുള്ള കാരണം? 2 കാരണമേ കാരണമായി കൂട്ടൂ. ആ 2 കാരണങ്ങളെ കൊണ്ട് സമയത്ത് തൊട്ട് പിന്തിയാൽ, നിസ്കരിച്ച് അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ മതി, അള്ളാഹ് ശിക്ഷിക്കൂല. അതിലൊന്ന് ഉറക്കമാണ്, അനിയന്ത്രിതമായ ഉറക്കം. എന്നും മൂക്കറ്റം തിന്നിട്ട് രാവിലെ 7 മണി 8 മണിക്ക് എണീക്കുന്ന ആളെ പറ്റിയല്ല. അത് അനിയന്ത്രിതമായ ഉറക്കമല്ല, അത് നിയന്ത്രണ വിധേയമാണ്. അത് വീട്ടുകാര് മൊത്തം ഉറങ്ങുന്നത് കൊണ്ട്, മക്കളും പേരക്കുട്ടികളും മരുമക്കളും മൊത്തം ഉറങ്ങുന്ന വീടില്ലേ, ആ വീട്ടിലെ അദാബിന് എളുപ്പമാണ്, ഫിത്നക്ക് എളുപ്പമാണ്, പരീക്ഷണങ്ങൾ കൂലം കുത്തി വരുന്നതാണ്, ബറക്കത്ത് തൊട്ട് തീണ്ടൂല. അത്തരക്കാര് ജീവിച്ച വീട് വിൽപ്പനക്ക് വെച്ചാല് അത് വാങ്ങിപ്പോകരുതേ മുസ്ലിമേ. നിസ്കരിക്കാത്ത മുസ്ലിമിന്റെ വീട് താമസിക്കാൻ കൊള്ളൂല. നിസ്കരിക്കാത്ത മുസ്ലിമിന്റെ വീട് അതേ ഒരു നന്മക്കും കൊള്ളുന്ന വീടല്ല, ഒരു സ്ഥാപനം പോലും ആക്കാൻ പറ്റൂല. കാരണം പരിശുദ്ധി അത്ര കുറവാണ്. ഒന്ന് ഉറക്കം, മറ്റൊന്ന് മറതി. പ്രായം കൂടുമ്പോ മറതി വരും, സന്തോഷം കൊണ്ടും മറതി വരും, ദുഃഖം കൊണ്ടും മറതി വരും. ഇത് രണ്ടും അല്ലാതെ ഒരു കാരണവും. മറന്നുപോയൊരു ദിവസം നിസ്കരിച്ചാൽ മതി, അല്ലാഹു തആല ശിക്ഷിക്കൂല. എന്നും സുബൈക്ക് നീക്കുന്ന ആളാണ്, ഭാര്യ പോയി വിളിച്ചിട്ടുണ്ട്, അയാൾ പതിവ് പോലെ എണീറ്റിരുന്നു. അപ്പൊ ഭാര്യ വിചാരിച്ചു എന്നും ഇങ്ങനെ എണീക്കലെന്നല്ലേ, എന്നും എണീറ്റോളും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ചായ എന്തൊക്കെ റെഡിയാക്കി വന്നു നോക്കുമ്പോ ഏറെയാകുമ്പോ വീണ്ടും ഉറങ്ങുന്നതാ കണ്ടതാ. അപ്പൊ വിളിച്ചു നോക്കുമ്പോ സമയം ഏറെയായി. അല്ലാഹ് ഏറെയായി, നിങ്ങൾ സുബഹി നിസ്കരിച്ചില്ലേ, എന്നെ നിങ്ങൾ വിളിച്ചോ? ഞങ്ങൾ വിളിച്ചല്ലോ. അടച്ചോനെ, ഞാൻ എന്റെ സുബഹി പോയാലും വല്ലാത്ത വിഷമം. എന്നും 8 മണിക്ക് എണീക്കണോ, എന്ത് വിഷമ. ഓൻക്കെന്തോ അലക്കേ. ഓന് ഹിമാറിനെ പോലെ, പോത്തിനെ പോലെ ഡീസന്റിലല്ലേ ഈ ഭൂമിയിൽ നടക്കുന്നത്. ഒരു സെക്കൻഡ് അല്ലാഹുവിന്റെ ഭൂമിയിലൂടെ നടക്കാൻ ഹയായില്ലല്ലോ മനുഷ്യന്. സുബഹി നിസ്കരിക്കാതെ നിസ്കാരം കളാക്കിയിട്ട് എത്ര വലിയ മോശപ്പെട്ടവനാണ് അവൻ. ഈ നാട്ടിലെ വൻകുറ്റങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ തലതൊട്ടപ്പനാണ് അവൻ. നിസ്കാരം
സമയത്ത് തൊട്ട് പിന്തിക്കുന്നത് നിന്റെ ജോലി കാരണമല്ല, നിന്റെ പഠനം കാരണമല്ല, ഭാര്യയുടെ പ്രസവം കാരണമല്ല, കുട്ടി ജനിക്കുന്നത് കാരണമല്ല, നിന്റെ ഉപ്പാന മരണം കാരണമല്ല, നീ സൽക്കാരത്തിന് പോകുന്നത് കാരണമല്ല, നിന്റെ യാത്ര കാരണമല്ല, യുദ്ധം പോലും നിസ്കാരം പിന്തിക്കുന്നതിന് കാരണമല്ലല്ലോ. യുദ്ധത്തിന് പോകുന്ന സഹാബത്ത് ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോ നോമ്പ് നോച്ചിട്ട് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞപ്പോ പുന്നാര നബി തങ്ങൾ മുറിക്കാൻ പറഞ്ഞില്ലേ? അതേ സഹാബത്തിനെ ബദർ രണാങ്കണത്തില് മരുഭൂമിയുടെ മരുപ്പറമ്പിൽ കിടന്നുറങ്ങിയവരെ രാത്രി ഒരു മിനിറ്റ് പോലും ഉറങ്ങാത്ത നേതാവ് സുബഹിന്റെ നേരമായപ്പോ വിളിച്ചുണർത്തിയില്ലയോ? പട്ടിണി കിടന്ന സ്വഹാബ എണീറ്റ് നിസ്കരിച്ചില്ലേ? ഓ മുസ്ലിങ്ങളെ, നാണമില്ലയോ? മറ്റുള്ള ആളുകൾ ഇവനൊരു മുസ്ലിമാണോ എന്ന് ചോദിക്കുന്നത്, ഒരു മുസ്ലിമാണെങ്കിൽ നിസ്കരിക്കണമെന്ന് വിവരമില്ലാത്ത ഒരു അമുസ്ലിം സഹോദരൻ നാട്ടിലുണ്ടോ? ഒരു ഹൈന്ദവനുണ്ടോ? ഒരു ക്രൈസ്തവനുണ്ടോ? ഒരു ബുദ്ധമതക്കാരനുണ്ടോ? ഒരു ജൈനമതക്കാരനുണ്ടോ? എല്ലാ മതക്കാർക്കും ഒരുപോലെ അറിവുള്ളതല്ലേ? മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നവരാണ്, 5 വക്ത് അവർക്ക് നിർബന്ധമാണ്. അതറിയാത്തൊരു മനുഷ്യൻ നാട്ടിലില്ലല്ലോ. നിസ്കാരം പരടിയിൽ ബാക്കി വെച്ചിട്ട്, നിസ്കാരം പരടിയിൽ കോടിക്കണക്കിന് വെച്ചിട്ട്, ആയിരക്കണക്കിനും നൂറുകണക്കിനും വെച്ചിട്ട് മരിക്കുമ്പോ തഹ്ലീൽ ചൊല്ലിയിട്ട് മാപ്പാകുമെന്ന് കരുതിയിരിക്കണ്ട. മക്കള് നിന്റെ പേരിൽ കോടിക്കണക്കിന് സ്വതക്ക കൊടുത്താലും നിസ്കാരം അല്ല പൊറുക്കൂല. 70,000 തഹ്ലീൽ ഓരോ മക്കളും ചൊല്ലിയാലും, ഓരോ മക്കളും 10 വീതം ഖുർആനിന്റെ ഖത്മ് ഓതിയാലും, ഏത് ശറഫാക്കപ്പെട്ട ആളുകൾ ജനാസ നിസ്കരിച്ചാലും നിന്റെ പരടിയിലുള്ള ഖളാഇന്റെ നിസ്കാരം അല്ലാഹ് വിട്ടു തരൂല. അതുകൊണ്ട് അതങ്ങനെ പരടിയിൽ വെക്കണ്ട, സമയബന്ധിതമായി വിട്ടിക്കോ. വൻകുറ്റമാണ് കേട്ടോ. തൗബയില്ലാതെ നിസ്കരിച്ചാലും അല്ലാഹ് പൊറുക്കൂല. മറ്റു നഗരങ്ങളിൽ പോയി പഠനം നടത്തുന്ന ചെറുപ്പക്കാരികളോട് പറയട്ടെ, നിങ്ങളേത് ഡിഗ്രിയുടെ ഡിഗ്രി പഠിക്കാൻ പോയാലും എനിക്ക് പ്രശ്നമില്ല. ഒറ്റ നിബന്ധനയേ ഉള്ളൂ, നിസ്കാരം ഖളാക്കിയിട്ടൊരു പഠനമില്ല കേട്ടോ. ദർസിലോതി പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട്, സ്കൂളിലും മദ്രസിലും പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട്, വനിതകളോട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ചോദിക്കുന്നില്ലേ, വലിമ തഅല്ലുമു ഇൻ തകും തതസാഹലു ഫീ മിസ്ലി ഹാദർ റിബിഹി അസ്റാജ് ഹലാ. 27 ഇരട്ടി പ്രതിഫലമുള്ള ജമാഅത്ത് എന്ന് പറയുന്ന ലാഭം, ആ ലാഭം ഒഴിവാക്കിയിട്ട് നീ എന്തിനാ പഠിക്കുന്നത്? നീ എന്തിനാ പഠനം നടത്തുന്നത്? നിന്റെ പഠനം ആർക്ക് വേണ്ടിയാ? അതുകൊണ്ട് വൻകുറ്റങ്ങൾ ജീവിതത്തിൽ വരണ്ട, മാതാപിതാക്കളെ തള്ളിക്കളയണ്ട, ആലിമീങ്ങളെ ചീത്ത പറയണ്ട, മുതഅല്ലിമീങ്ങളെ ഗീബത്ത് പറയണ്ട. ഗീബത്ത് കടുപ്പമുള്ള വൻകുറ്റമാണ് കേട്ടോ. വ്യഭിചാരത്തെക്കാളും കടുപ്പമുള്ള ദോഷമാണ് ഗീബത്ത്. കാരണം എന്റെ ഗീബത്ത് പറഞ്ഞവൻ നേർക്ക് നേരെ ഖാലിസായ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും പറയപ്പെട്ട ആള് പൊരുത്തപ്പെട്ട് തരുന്നത് വരെ അല്ലാഹ് പൊറുക്കൂല. സിന ചെയ്ത വ്യക്തി അങ്ങനെയല്ല, ഇത് ചെയ്യാനുള്ള പെർമിഷൻ ആണെന്ന് കരുതണ്ട, കടുപ്പമുള്ള രോഗം തന്നെയാണ്. പക്ഷേ സിന ചെയ്ത വ്യക്തി മനസ്സ് തുറന്ന് ബാഷ്പഗണങ്ങൾ ഉറ്റിച്ച് ഇനി മേലാലില്ല റബ്ബേ വന്ന ഏറ്റവും വലിയ വൈകല്യമാണെന്ന് തുറന്ന് അടിയറ പറഞ്ഞാൽ അല്ലാഹ് പുറത്തു തരും കേട്ടോ. അതേ സമയത്ത് ഗീബത്ത് പറഞ്ഞവൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയപ്പെട്ട വ്യക്തിയോട് പോയി പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ അല്ലാഹ് പൊറുക്കൂലല്ലോ.
അതുകൊണ്ട് കണ്ട ആലിമിനെയും കാണാത്ത ആലിമിനെയും ആരെയും ചീത്ത പറയണ്ട. വൻകുറ്റങ്ങളെ പട്ടിക ഞാൻ എണ്ണുന്നില്ല. എണ്ണിയാൽ നമ്മുടെ വിഷയം എവിടെ എത്തിക്കാൻ കഴിയൂല. ചിലര് പരിസ്ഥാതെ ഞങ്ങൾ കള്ളുടിച്ചിട്ടില്ല, അൽഹംദുലില്ലാഹ്, നല്ല വിഭജിച്ചിട്ടില്ല, ഒരാളും ഒരു പൈസ കട്ടിട്ടില്ല, നല്ലത്. നിങ്ങൾ 5 വക്ത് നിസ്കാരവും തക്ലീഫത്തിന് ശേഷം മുക്കല്ലഫാത്തിന് ശേഷം കാരണം കൂടാതെ പോട്ടെ, അല്ലാതെ ഒക്കെ നിസ്കരിച്ചിട്ടുണ്ട്. അത് ഉസ്താദ് ചോദിക്കരുതായിരുന്നു എന്ന് പറയും. വേറെന്ത് ഉസ്താദ് ചോദിച്ചത് അത് ചോദിക്കരുതായിരുന്നു. അതില്ല, മിക്കവർക്കും അതില്ല. 5 വക്ത് നിസ്കരിക്കുന്ന ആള് അയാളല്ലേ ശരിയായ രൂപത്തിൽ. മുമ്പ് നമ്മളെ നാട്ടിൽ ഞാനിങ്ങനെ വാഹനം കയറി പോകുമ്പോ ജീപ്പിൽ കയറി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഞായറാഴ്ച എന്നെ ഓർമ്മ. ഞായറാഴ്ച ആകുമ്പോ പിന്നെ പൊതുവെ കുറെ ആൾക്കാർക്ക് ലീവ് ആയതുകൊണ്ട് അങ്ങാടിക്കൊന്നും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഒരു ദുഷിച്ച വാസന വരും പലയിടത്തും. കുടിച്ചിട്ട് ഇങ്ങനെ ആടുന്ന ആൾക്കാരെ കാണും. ചിലപ്പോൾ മേലോട്ട് വന്നവർ വീഴും ചെയ്യും, കുടിച്ചു വന്നവർ ഛർദ്ദിക്കും. പിന്നെ അത് കേൾക്കാൻ നടക്കാൻ നിസ്കരിക്കാനും പറ്റൂല. അങ്ങനെ ജീപ്പ് കയറിയപ്പോ മുന്നിലിരിക്കുന്നുണ്ട് ഒരു ചേട്ടൻ, ഒരു ക്രിസ്തീയ സഹോദരൻ. അദ്ദേഹത്തിന് ലീവ് ആയതുകൊണ്ട് നന്നായി കുടിച്ചിട്ട് പെരുവാട്ട് ആടുമ്പോ ബാക്കിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ ചേട്ടന്റെ തൊഴിലാളിയാണ്, മുസ്ലിം ചെറുപ്പക്കാരൻ. അയാളെ തോട്ടത്തിൽ പണിയെടുക്കൽ ഇയാളാ. ഞങ്ങളൊക്കെ ജീപ്പിലുണ്ട്. ഇയാള് ചേട്ടനോട് പറഞ്ഞു, അല്ല ചേട്ടോ, കുടിക്കാനല്ലാതെ ചിലപ്പോ ഞായറാഴ്ച കുടിച്ചെന്ന് വെച്ചു, എന്നാലും ഈ സ്മെല്ല് കുറക്കാൻ എന്തെങ്കിലും മിച്ചറോ മുട്ടായി എന്തെങ്കിലും ഒക്കെ തിന്നണ്ടേ, വല്ലാത്ത മണണ്ട്. അപ്പൊ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടനെ പറഞ്ഞ ഇഷ്ടപ്പെടില്ലല്ലോ, ഒരാൾ പറഞ്ഞ ഇഷ്ടപ്പെടില്ല. കുറച്ചിങ്ങനെ നിന്നിട്ട് ചേട്ടൻ പറഞ്ഞു നല്ല കുറിക്കൊള്ളുന്ന ചേട്ടൻ പറഞ്ഞു, കുടിക്കാൻ ഇവിടെ ഒരു മതവും സമ്മതിക്കുന്നില്ല. ശരിയാ. പക്ഷെ ഞാൻ കുടിച്ച് ഞാൻ നരകത്തെത്തിയാല് നിന്നെ നരകത്തിൽ അവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ വണ്ടിയിൽ നിറങ്ങണവരെ തല പൊന്തിച്ചിട്ടില്ല. എന്താ ചേട്ടൻ അങ്ങനെ പറയാൻ കാരണം അറിയാം? അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിൽ പണിയെടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ ളുഹ്ർ നിസ്കരിക്കൂല, അസ്ർ നിസ്കരിക്കൂല, ഒന്നും നിസ്കരിക്കൂല. അപ്പൊ അയാൾക്കറിയാം നിസ്കരിക്കാത്ത ഇയാൾ നരകത്തിലാണ്, കള്ളു കുടിച്ച ഞാൻ നരകത്തിലാണ്. ഒക്കെ സമയമില്ല. അതാണ് അയാൾ പറഞ്ഞത്, ഞാൻ നരകത്തിലെത്തുമ്പോ നിന്നെ അവിടെ കാണാൻ പാടില്ല. അല്ലെങ്കിലും നരകക്കാര് പറയുന്ന ഒരു കാരണം അങ്ങനെയല്ലേ, എന്തേ നിങ്ങൾ നരകത്തിൽ കടന്നത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരിൽ പെട്ടില്ലല്ലോ. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരിലും പെട്ടില്ലല്ലോ. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, അനാവശ്യം പറയുന്നവരുടെ കൂടെ, അല്ലെങ്കിൽ വല്ല സിനിമയും പറയുന്നവരുടെ കൂടെ, വല്ല നോവലും പറയുന്നവരുടെ കൂടെ, വല്ല കിന്നാരവും പറയുന്നവരുടെ കൂടെ, വല്ല ചൂടേറിയ ദീപത്തും പറയുന്നവരുടെ കൂടെ ഇരുന്നിട്ട് ഞങ്ങളും സമയം തൊലച്ചിരുന്നു. അതുകൊണ്ട് കബീറത്തുണ്ടോ, 4ാമത്തെ സ്റ്റെപ്പിലാണെന്ന് കരുതണം. ഇബ്ലീസിന്റെ വല്ലാത്ത കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കബീറത്തും ഒരാളിൽ വന്നാൽ ഇബ്ലീസ് അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത് അടുത്ത സ്റ്റേജ് ഏതാണെന്നറിയോ? അൽ ബിദ്അത്തു, ബിദ്അത്താണ്. അല്ലാഹ് കാക്കട്ടെ. നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം. നാളെ ഒരാൾ പറഞ്ഞു, കള്ളു കുടിച്ചുകൊണ്ട് വന്ന ഒരാൾ ചെറുപ്പക്കാരനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോയി 40 ദിവസം ഒരു സ്ഥലത്ത് പാർപ്പിച്ച് കുറെ ഇൽമൊക്കെ പറഞ്ഞു കൊടുത്ത് നന്നാക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അയാൾ നേരത്തെ ഇവിടെ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരു കുഴപ്പമില്ല, അയാൾ ശരിക്കും ഒരു ഈമാനോടുകൂടെ നടന്നു. ഇപ്പൊ അയാൾ പറ്റ കുഴപ്പമായി. കബീറത്തുണ്ടായാൽ അങ്ങനെ. ഇപ്പൊ അയാൾ തനിച്ച വിദേഹത്തിലാ പോയി പെട്ടത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുന്ന കമ്പന്റെ കൂട്ടത്തിലാ പെട്ടത്. കള്ളുടി മാറ്റിയുള്ള കാര്യമുണ്ടോ? പോയി പെട്ടത് എവിടെയാ? വിദേഹത്തിലാ. കുടിയൊക്കെ മാറ്റി ആൾ, കുടിയൊക്കെ മാറ്റിയ ആളൊക്കെ നന്നായി. നമ്മൾ പറഞ്ഞു നന്നായതല്ല, കുറച്ചുകൂടി കേടായതാണ്. എന്തേ കേടാ കാരണം? അയാളെ വിദേഹത്തുകാർ കൊണ്ടുപോയി എവിടോ സ്ഥലത്ത് കൊണ്ടുപോയി 40 ഹൽക്ക എന്ന് പറഞ്ഞു. 40 ഹൽക്കയിൽ കൂടിയിട്ട് മെമ്പർഷിപ്പ് കൊടുത്ത്
നാട്ടിലെത്തി നോക്കുമ്പോ ഇയാൾ സ്വന്തം ഉമ്മാനോട് പറഞ്ഞു, ആ ഏടക്ക, ആ മൗലൂദിന്റെ ഏടക്ക കൊണ്ടിട്ട് അടുപ്പിലിട്ട് കരിക്കണോ. അപ്പൊ മനസ്സിലായി ആള് നന്നായത് എങ്ങനെ. അതൊന്നും ഇവിടെ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു, ഇവിടെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കള്ളുടിക്കാൻ പോയിട്ട് നന്നായത് എങ്ങനെ? വിദേഹത്ത് വേറിട്ടാ നന്നായത്. സുബ്ഹാനല്ലാഹ്, കബീറത്തുള്ള ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണ്. അവര് പിന്നൊന്ന് നന്നായി വരുന്ന പരിവേഷം എങ്ങനെയാണ്? വിദേഹത്ത് സ്വീകരിച്ചിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കബീറത്ത് കൈവിന്റെ പരമാവധി സൂക്ഷിക്കണം. വൻ കുറ്റം ചെയ്യുന്നതിനേക്കാളും ഇബ്ലീസിന് ഇഷ്ടം ഒരാള് വിദേഹത്ത് ചെയ്യലാണ്. എന്തേ കാരണം? വിദേഹത്തുകാരൻ വിദേഹത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോ അല്ലാഹു തൗബ സ്വീകരിക്കൂല. വൻകുറ്റം ചെയ്യുന്നവനോ വൻകുറ്റത്തിൽ നിന്ന് മാറി ചിന്തിച്ചാൽ അല്ലാഹു തൗബ സ്വീകരിക്കും. ഇതുകൊണ്ട് ഇബ്ലീസിന് ഇഷ്ടം കബീറത്തിനേക്കാളും ബിദ്അത്താണ്. ബിദ്അത്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, അതാണ് ആറാമത്തത്. അതുകൂടി കിട്ടിയാൽ ശൈത്താൻ സന്തോഷിച്ചു, ഇബ്ലീസ് ആഹ്ലാദിച്ചു, അവന്റെ പണി ജയിച്ചു എന്നവൻ പറയും. അത് അൽ കുഫ്റു, കുഫ്രിയത്താണ്. ആള് പറ്റേ അങ്ങ് പുറത്തു പോകലാണ്, മുർത്തദ്ദായി പോകലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.